ഹായ് ഓൾ. അപ്പോൾ അടുത്ത നമുക്ക് പറയാനുള്ളത് സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് RL ലോഡ്. അപ്പോൾ നമ്മൾ നേരത്തെ റെസിസ്റ്റീവ് ലോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ സർക്യൂട്ടിൽ ഒരു ഇൻഡക്ടർ കൂടി വന്നു, അതായത് ഒരു ആറും എല്ലും റെസിസ്റ്ററും ഇൻഡക്ടർ കൂടി വന്നു. അതാണ് RL ലോഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ RL ഈ ലോഡാണെങ്കിൽ ഒരു എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് സോഴ്സ് കൂടി വരും. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാര്യമായിട്ടില്ല. അപ്പം സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് RL ലോഡ്. അപ്പോൾ വേവ് ഫോം ഉള്ള ഡിഫറൻസ് നോക്കാം, ശ്രദ്ധിക്കണം. ഒരു ഇൻഡക്റ്റീവ് ലോഡ് ഉണ്ടാകുമ്പോഴുള്ള ഡിഫറൻസ്. ഫസ്റ്റ് ഇൻപുട്ട് വോൾട്ടേജിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കാം. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആൽഫ എന്നുള്ള പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ പോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് 0 എത്തും അല്ലേ. ഇവിടെ 0 എത്തുമ്പം നിൽക്കണം. നേരത്തെ ഈ ആൽഫ ടു 0 വരെയായിരുന്നു നമ്മുടെ R ലോഡിലുണ്ടായിരുന്നത്. ബട്ട് RL ലോഡ് ആവുമ്പോൾ ഈ 0 നമ്മൾ ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? അപ്പോൾ ഇൻഡക്ടർ അതിലൂടെയുള്ള കറണ്ട് ഫ്ലോ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്യില്ല, ഗ്രാജുവലായിട്ട് മാത്രമേ കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യൂ. ഇപ്പോൾ റെസിസ്റ്ററിൽ നമ്മൾ ലോഡ് വോൾട്ടേജ് 0 എത്തുമ്പോൾ എന്ത് ചെയ്തു? 0 എത്തുമ്പം തന്നെ നമ്മളെ ഇൻപുട്ട് സൈൻ വേവ് 0 എത്തുമ്പം തന്നെ ഇതിലും ലോഡ് വോൾട്ടേജും 0 എത്തിയിരുന്നു. ബട്ട് RL ലോഡിൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇൻഡക്ടർ എന്ത് ചെയ്യില്ല, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് 0 എത്തുമ്പോഴും ലോഡ് വോൾട്ടേജ് 0 എത്തില്ല. ഇൻഡക്ടറിൽ ഒരു എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് അതെന്ത് ചെയ്യും, കുറച്ചുകൂടി താഴെ പോയിട്ട് കുറച്ചുകൂടി ടൈം എടുത്തിട്ട് മാത്രമേ ഇൻഡക്ടറിലൂടെയുള്ള വോൾട്ടേജ് 0 എത്തും. ഓക്കെ, അപ്പോൾ അതാണ് ഏതിൽ RL ലോഡിൽ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് ആൽഫയിൽ തന്നെയാണ്, ബട്ട് എൻഡ് ചെയ്യുന്നത് 0 ആയിരിക്കില്ല. 0 കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിൾ കൂടി കഴിഞ്ഞിട്ടായിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എൻഡ് ചെയ്യുന്ന ഈ ആംഗിളിന് നമ്മൾ എന്ത് പറയും? ഈ ഒരു ആംഗിളിന് ബീറ്റ എന്ന് പറയും, അതായത് എക്സ്റ്റിങ്ഷൻ ആംഗിൾ. അപ്പോൾ ബീറ്റ മെഷർ ചെയ്യുന്നത് 0ന്ന് ഇത്രയും ഉള്ള ആംഗിളാണ് എന്ത്? എക്സ്റ്റിങ്ഷൻ ആംഗിൾ. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ ആയിരിക്കും. മാക്സിമം എന്തായിരിക്കും ആൽഫേൻ്റെ വാല്യൂ? മാക്സിമം ഒരു 180 താഴെ, 180 അതിന് താഴെ ആയിരിക്കും ആൽഫ. ബട്ട് ബീറ്റ എന്തായിരിക്കും? 180-നേക്കാളും മുകളിലായിരിക്കും. കാരണം ഇവിടെ എത്തുമ്പോൾ തന്നെ 180 എത്തി. അപ്പോൾ ഈ ഒരു ടൈം കൂടി വരും. ഓക്കെ, അപ്പോൾ ഫയറിംഗ് ആംഗിൾ എന്താണ്? എക്സ്റ്റിങ്ഷൻ ആംഗിൾ എന്താണ്? ഓക്കെ, ഇനി നമുക്ക് VO കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. VO കിട്ടിക്കഴിഞ്ഞാൽ കറണ്ടിൻ്റെ വേവ് ഫോം. കറണ്ട് ഇൻഡക്ടറാണ്. അപ്പം ഓൺ ചെയ്യുമ്പം ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് ഈ ഒരു പോയിൻ്റ് എത്തുമ്പോൾ കറണ്ട് മാക്സിമം ആവും. എന്നിട്ട് പിന്നെ ഇവിടെ വോൾട്ടേജ് റിവേഴ്സ് വരുമ്പം കറണ്ട് കുറഞ്ഞിട്ട് 0 ആവും. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഈ വോൾട്ടേജ് വേവ് ഫോം നെഗറ്റീവിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ആംഗിൾ വരുന്നതിൻ്റെ റീസൺ ഇൻഡക്ടർ വഴിയുള്ള കറണ്ട് സഡനായിട്ട് ഡീക്കേ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സഡനായിട്ട് 0 ആവുന്നില്ല. അതുകൊണ്ടാണ് ഇൻഡക്ടർ വഴിയുള്ള കറണ്ട് സഡനായിട്ട് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ആംഗിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഉള്ളതിൻ്റെ VO എന്ന് പറയുമ്പം SCR ഓൺ ആവുമ്പോൾ അല്ലേ. അപ്പോൾ SCR ഓൺ ആവുമ്പം കിട്ടുന്ന വോൾട്ടേജ് ആ ടൈമിൽ VT, അതായത് SCRൻ്റെ തൈറിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് 0 ആയിരിക്കും. SCR ഓഫ് ആകുമ്പോൾ, അതായത് ഈ ടൈമിലൊക്കെ, അതായത് നമ്മൾ ആൽഫ വരെയും ആൽഫയ്ക്ക് ശേഷവും മാത്രമായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? SCRൻ്റെ തൈറിസ്റ്ററിന് അക്രോസായിട്ട് വേവ് ഫോം കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വേവ് ഫോമിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ഒരു 180 ഡിഗ്രി മൊത്തം റിവേഴ്സ് ബയാസിൽ കിട്ടിയിരുന്നു നമുക്ക് കഴിഞ്ഞ വേവ് ഫോമിൽ. ബട്ട് ഇവിടെ 180 ഡിഗ്രി കിട്ടില്ല, കാരണം നമ്മുടെ ഇൻഡക്ടർ 0 ആവാൻ വേണ്ടി കുറച്ചും കൂടി താഴോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പോർഷൻസ് നമുക്ക് തൈറിസ്റ്ററിന് അക്രോസ് ആയിട്ട് കിട്ടില്ല, കാരണം ആ ടൈമിൽ തൈറിസ്റ്റർ ഓഫ് ആകുന്നില്ല. ഓക്കെ, അപ്പം ഈ 3 വേവ് ഫോംസും ശ്രദ്ധിക്കുക. കറണ്ട് വേവ് ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് 0 ആവുന്നത് ഈ ഒരു പോയിന്റിലാണ് കറണ്ട് 0 ആവുന്നത്. നേരത്തെ, അതായത് റെസിസ്റ്ററിൽ കറണ്ട് പെട്ടെന്ന്, അതായത് ഇവിടെ നിന്ന് തന്നെ കറണ്ട് 0 ആയി. അതുകൊണ്ട് എക്സ്റ്റൻഷൻ ആംഗിളൊന്നുമില്ല. അപ്പം ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യുമ്പം ഇത്രയും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി
ഇനി നമുക്ക് മെയിനായിട്ട് അതിൻ്റെ ഇക്വേഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ ആവറേജ് ലോഡ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ആവറേജ് ലോഡ് വോൾട്ടേജ് നേരത്തെ നമ്മൾ V0 = α/2 π ആണ് എടുത്തത് അല്ലേ? ബട്ട് ഇവിടെ എന്തായിരിക്കും? α/2 π ആണോ? α/2 ബീറ്റ വരെ അല്ലേ? നമ്മൾ എക്സ്റ്റൻഷൻ ആംഗിൾ ബീറ്റ ഇവിടെയുണ്ട്. അപ്പം ബീറ്റ വരെ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ടൈം പീരീഡ് എടുക്കും. ഓക്കെ, അപ്പോൾ α/2 ബീറ്റ Vm sin ωt dωt. ഇനി എന്താണ്? ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Vm/2π sin ωtയുടെ ഇൻ്റഗ്രൽ cos ωt. ഇപ്പോൾ cos ωtക്ക് ആൽഫയും ബീറ്റയും കൊടുത്തു കഴിഞ്ഞാൽ Vm/2π cos α - cos ബീറ്റ. അപ്പോൾ ഈ V ആവറേജിൻ്റെ ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. Vo = Vm/2π cos α - cos ബീറ്റ. അപ്പോൾ ആവറേജ് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ ആവറേജ് കറണ്ട് എന്തായിരിക്കും? അത് ബൈ ഒരു റെസിസ്റ്റൻസ് കൂടി വരും, അതാണ് കറണ്ട്. ഇനി RMS ലോഡ് വോൾട്ടേജ്. അപ്പോൾ RMS ലോഡ് വോൾട്ടേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? 1/2π α/2 ബീറ്റ. നേരത്തെ α/2 π ആയിരുന്നു, ബീറ്റ Vm² sin² ωt. അപ്പോൾ നേരത്തെ നമ്മൾ ഹാഫ് വേവിൽ ചെയ്ത് സെയിം തന്നെ, ബട്ട് ഇവിടെ വ്യത്യാസം എന്താണ്? ലിമിറ്റ് ബീറ്റയിലേക്ക് വന്നു. അപ്പോൾ അത് ഈ ഇക്വേഷൻ sin² ωt 1 - cos 2ωt/2 ഒക്കെ എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫൈനലി നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. അതായത് Vm/2√π ബീറ്റ - α -½ sin 2 ബീറ്റ - sin 2 α. ഇത് പേടിക്കാനൊന്നുമില്ല. raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റൂട്ട് ഉണ്ട് എവിടെ? ബ്രാക്കറ്റിൻ്റെ ഇവിടെ √ ഇതാണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ എഴുതിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് RL ലോഡിൽ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ഇതിൻ്റെ ലെക്ചർ ഇതിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിലുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇനി സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് RL ലോഡ് ആൻഡ് ഫ്രീ വീലിംഗ് ഡയോഡ്. അപ്പോൾ നമ്മൾ നേരത്തെ R പഠിച്ചു, ഇപ്പോൾ RL പഠിച്ചു. ഇനി അടുത്തത് വിത്ത് ഫ്രീ വീലിംഗ് ഡയോഡ്. അപ്പോൾ ഈ ഫ്രീ വീലിംഗ് എന്ന് പറഞ്ഞൊരു ഫ്രീ വീലിംഗ് ഡയോഡ് നമ്മൾ RLന് പാരലായിട്ടൊരു ഡയോഡ് കണക്ട് ചെയ്യുന്നതാണ് ഫ്രീ വീലിംഗ് ഡയോഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേവ് ഫോം ശ്രദ്ധിക്കുക. നേരത്തെ ഇതിൽ ഞാൻ പറയുന്നില്ല, മറ്റേ മുന്നത്തിൽ തന്നെ കാണിച്ചു തരാം. മുന്നത്തെ സർക്യൂട്ടിൽ തന്നെ ഇവിടെ നമ്മളൊരു എക്സ്ട്രാ ഒരു ഡയോഡ് വെച്ചു. ഇതാണ് ഫ്രീ വീലിംഗ് ഡയോഡ്. അപ്പം എന്താ വ്യത്യാസം വരിക? ഇൻപുട്ട് സെയിം തന്നെ ആയിരിക്കും. VO ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ ഫ്രീ വീലിംഗ് ഡയോഡ് വെക്കുന്നത് നെഗറ്റീവ്, അതായത് നമ്മളെ AC-ൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുമ്പോൾ ഡയറക്റ്റ് ഈ SCR വഴി ഷോർട്ടായിട്ട് ഇൻഡക്ടർ ഇതുവഴി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രീ വീലിംഗ് ഡയോഡ്. അതായത് ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത എനർജി AC-യുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ആ ഫ്രീ വീലിംഗ് ഡയോഡ് വഴി ഫ്രീ വീൽ ചെയ്ത് പോകാൻ, അതായത് അതുവഴി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡിസ്ചാർജ് എന്ന് പറയുന്നത്, അതുവഴി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീ വീലിംഗ് ഡയോഡ് വെക്കുന്നത്. അപ്പോൾ ഫ്രീ വീലിംഗ് ഡയോഡ് വെക്കുമ്പോൾ വേവ് ഫോമിൽ എന്ത് മാറ്റം വരും? ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ പോർഷൻസ് ഒഴിവാകും. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള ഈ പോർഷൻസ് ഒഴിവാകും. കറണ്ട് എന്ത് ചെയ്യും? ഇവിടെ തന്നെ, അതായത് ഇവിടെ എത്താതെ ഇവിടെ തന്നെ 0 ആവും. അതായത് ഇവിടെ തന്നെ 0 ആവും. ഈ ഒരു പോയിൻ്റ് എത്തില്ല, ഇവിടെ നിന്ന് 0 ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതെന്തായിരിക്കും? VT. ഇവിടെ ഇല്ലാത്ത പോർഷൻസ് തന്നെ അതുപോലെ VTയിൽ വരും. ഇവിടെ നിന്ന് ഇതുവരെ VT വരും. ഓക്കെ, അപ്പോൾ ആ ഫിഗർ ഒന്നുകൂടി കാണിച്ചു തരാം. എന്താണ് ഈ ഫിഗറിൽ എന്തൊക്കെയുള്ളത്? സോറി. ഇതാണ് ഇൻപുട്ടിൻ്റെ വോൾട്ടേജ്. VO ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതാണ് വരയ്ക്കുന്നത്. ആൽഫ ഫയറിംഗ് ആംഗിൾ ഉണ്ട്. താഴോട്ടുള്ള എക്സ്റ്റൻഷൻ ആംഗിൾ ഇല്ല. അതാണ് ഫ്രീ വീലിംഗ് ഡയോഡിൽ എക്സ്റ്റൻഷൻ ആംഗിൾ ഇല്ല. കറണ്ട് എന്തായിരിക്കും? കറണ്ട് വേവ് ഫോം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് റെഡ്യൂസ് ചെയ്യും. കറണ്ട് 0യിലേക്ക് ടച്ച് ആവുന്നില്ല.
കറണ്ട് സീറോയിലേക്ക് ടച്ച് ആവുന്നില്ല, ഇങ്ങനെ വന്ന് കുറഞ്ഞു കൂടി ഇങ്ങനെ പോകും. ഓക്കെ, അതായത് കറണ്ട് സീറോയിലേക്ക് ടച്ച് ആവുന്നില്ല. ഇനി കറണ്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് IT ഇതെന്താണ്, തൈറിസ്റ്റർ വഴിയുള്ള കറണ്ടും എന്തായിരിക്കും, എപ്പോഴൊക്കെയാണോ തൈറിസ്റ്റർ ഓൺ ആവുന്നത്, അതായത് ആൽഫ എന്നുള്ള ടൈം ആകുമ്പോൾ ഓൺ ആവും. അപ്പോൾ ആ സമയത്തും തൈറിസ്റ്റർ വഴി ഫ്ലോ ചെയ്യുന്നത് ഇതേ കറണ്ട് തന്നെയായിരിക്കും ആ ടൈമിൽ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഓഫായ സമയം നമ്മൾ തൈറിസ്റ്റർ ഓഫായ ഈ സമയത്തും കറണ്ട് ഫ്ലോ ഉണ്ട്. അതേത് വഴിയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ലോഡ് കറണ്ടിൻ്റെ വേവ് ഫോമാണ് വരച്ചിരിക്കുന്നത്. ഏത് വഴിയാണ്? തൈറിസ്റ്റർ ഓഫായ സമയത്ത് ഇൻഡക്ടർ, അതായത് ഇൻഡക്ടറിന് ഇപ്പോൾ ഇനീഷ്യലി പ്ലസ് മൈനസ് ആ ചാർജ് എങ്കിൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത സമയത്ത് ഇൻഡക്ടറിൻ്റെ ചാർജ് പ്ലസും മൈനസുമായി മാറും. അപ്പോൾ ഫ്രീ വീലിംഗ് ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പം ഈ ഒരു പാത്തിൽ, അതായത് ഇങ്ങനെ, അതായത് ആറിന്ന് എല്ലിന് അക്രോസ് ആയിട്ട് ഈ ലോഡിൽ നിന്ന് ഫ്രീ വീലിംഗ് ഡയോഡ് വഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ SCR ഓഫായ ഈ ടൈമിലും നമുക്കൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു കറണ്ട് കിട്ടുന്നത്. ഓക്കെ, കറണ്ട് സീറോ ആകാത്തത്. ഓക്കെ, ഇനി VT നമ്മൾ പറഞ്ഞു തന്നെ. ഇതാണ് സിംഗിൾ ഫേസ് ഹാഫ് വേവ് കൺട്രോൾ വിത്ത് RL ലോഡ് ആൻഡ് ഫ്രീ വീലിംഗ് ഡയോഡ്. അപ്പോൾ ഫ്രീ വീലിംഗ് ഡയോഡ് വരുമ്പോൾ 2 ചേഞ്ചസ് ആണ് വരുന്നത്. ഒന്ന്, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ താഴോട്ടുള്ള സ്പൈക്കില്ല. രണ്ടാമത്തത്, നമ്മുടെ കറണ്ട് സീറോ ആവുന്നില്ല എന്നല്ല, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ ഞാൻ പറഞ്ഞത് ആ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങളത് പോസ് ചെയ്തിട്ട്, ഞാൻ വായിച്ച് മനസ്സിലാവാത്ത ആൾക്കാർ പോസ് ചെയ്തിട്ട് ഒന്നും കൂടി വായിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് വരുന്നത് സിംഗിൾ ഫേസ് ഹാഫ് വേവ്. ഇതിൻ്റെ മുന്നേ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻസ് ഓഫ് ദി സർക്യൂട്ട് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ 2 മോഡ്സ്. ഫസ്റ്റ് മോഡ് കണ്ടക്ഷൻ മോഡ്, അത് SCR കണ്ടക്ട് ഫ്രം ആൽഫ ടു പൈ, 2π പ്ലസ് ആൽഫ. ഓക്കെ, മോഡ് 2 ഫ്രീ വീലിംഗ് മോഡ്, അതായത് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ ഫ്രീ വീലിംഗ് ഡയോഡ് ഉള്ളതുകൊണ്ട് 2 മോഡ്സ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് ആൽഫ ടു പൈ വരെ നമ്മളിങ്ങനെയാണെങ്കിൽ ആൽഫ ടു പൈ വരെ കണ്ടക്ഷൻ മോഡ്. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന ടൈമല്ലേ. അപ്പോൾ ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, കണ്ടക്ഷൻ നടക്കുന്നില്ല. നേരെ മറിച്ച് നമ്മളെ ലോഡ് ആറും എല്ലും ഇല്ലേ, അത് ഈ ഫ്രീ വീലിംഗ് ഡയോഡ് വഴി ഫ്രീ വീല് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് മോഡ് 2 ഫ്രീ വീലിംഗ് മോഡ്. അപ്പോൾ അത് എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും? പൈ തൊട്ട് 2π പ്ലസ് ആൽഫ വരെ അല്ലേ. പൈ ടു 2π പ്ലസ് ആൽഫ വരെ. കാരണം 2π എത്തുമ്പോൾ റിവേഴ്സ് ബയസ്ഡ് ആണ്. 2π പ്ലസ് ആൽഫ എത്തുമ്പോഴാണ് അടുത്തത് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടൈമിലും എന്ത് ചെയ്യും, ഫ്രീ വീലിംഗ് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ആവറേജ് ലോഡ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ലോഡ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1/2π ആൽഫ ടു പൈ തന്നെയായി മാറി. Vm/π 1 + cos ആൽഫ. നമ്മൾ ഇനീഷ്യലി ചെയ്ത R ലോഡിൻ്റെ കേസിലുള്ള അതേ ഇക്വേഷൻ തന്നെ കിട്ടി. അപ്പോൾ അതിൻ്റെ കറണ്ട് ഒരു R കൂടി ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് കൂടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറണ്ടും കിട്ടി. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഫ്രീ വീലിംഗ് ഡയോഡ് എന്തൊക്കെയാണ്? ഇൻപുട്ട് പവർ ഫാക്ടർ ഇസ് ഇംപ്രൂവ്ഡ്, ലോഡ് കറണ്ട് വേവ് ഫോം ഈസ് ഇംപ്രൂവ്ഡ്. അതായത് ഇൻപുട്ട് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ലോഡ് കറണ്ട് വേവ് ഫോം എന്തായിരുന്നു നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നത്, ഇപ്പം എന്തായി, ഇപ്പം 0 എത്താണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ലോഡ് കറണ്ട് ഇംപ്രൂവ്ഡ് എന്ന് പറയുന്നത്. അതുപോലെ ലോഡ് പെർഫോമൻസ് ഇസ് ബെറ്റർ ആസ് എനർജി സ്റ്റോർഡ് ഇൻ ദി ഇൻഡക്ടർ L is transferred to R during the freewheeling period. The overall converter efficiency, അതായത് നമ്മളെ ഫ്രീ വീലിംഗ് ടൈമിൽ നമ്മൾ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത എനർജി ആ ഡയോഡ് വഴി റെസിസ്റ്ററിലേക്ക് തന്നെ ഇങ്ങനെയല്ലേ ഉള്ളത്. ഡയോഡ് ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, പിന്നെ ഇവിടെ ബാക്കിയുണ്ട്.
അപ്പോൾ ഇത് ഫ്രീ വീലിംഗ് ടൈമിൽ ഇങ്ങനെയല്ലേ കറണ്ട് പോകുന്നത്. അപ്പം ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത എനർജി ഈ ഇതുവഴി ഈ ഡയോഡ് വഴി നമ്മളെ ലോഡ് റെസിസ്റ്ററിലേക്ക് തന്നെ കിട്ടി, അല്ലെങ്കിൽ ലോഡിലേക്ക് തന്നെ കിട്ടി, വേസ്റ്റായി പോകുന്നില്ല. അതുകൊണ്ട് എഫിഷ്യൻസി ഇമ്പ്രൂവ്ഡ്. അപ്പോൾ ഇനി ഓക്കെ 5 മിനിറ്റ്സ് കൂടി. സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് RLE ലോഡ്. ഒരു ലോഡ് കൂടി ഉണ്ട്, RLE ലോഡ്. RLE ലോഡിൽ RLE ഒരു ബാറ്ററി കൂടി ഈ ലോഡിൽ വരും. അത് RLE ഒരു ബാറ്ററി കൂടി ലോഡിൽ വരും. അപ്പോൾ എങ്ങനെയായിരിക്കും സർക്യൂട്ടിൽ ഉണ്ടാവുക? അപ്പോൾ നമ്മളിതിൻ്റെ വേവ് ഫോം വരക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ VS വരക്കുമ്പം ആ ബാറ്ററി കൂടി ഇവിടെ വരച്ചു. അപ്പോൾ ഇതാണ് ബാറ്ററിയുടെ വോൾട്ടേജ്, അത് അതിൽ വരച്ചു അല്ലേ. ഇനി നമ്മളിവിടെ ഫയറിംഗ് ആംഗിൾ കൊടുത്തു. ഓക്കെ, ഫയറിംഗ് ആംഗിൾ കൊടുത്തു. എപ്പോഴൊക്കെയാണ് ഇത് ടേൺ ഓൺ ആവുക SCR? അപ്പോൾ നമ്മുടെ ലോഡ് വോൾട്ടേജ് എപ്പോഴും ഈ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു വോൾട്ടേജിൽ നിന്ന് എന്ത് ചെയ്തു, മുകളിലോട്ടായിരിക്കും ലോഡ് വോൾട്ടേജ് ഉണ്ടാവുക. ഫ്രീ വീലിംഗ് ഡയോഡ് ഇല്ലാത്തതുകൊണ്ട് താഴോട്ട് വരും. ഓക്കെ, ഇങ്ങനെയായിരിക്കും വേവ് ഫോം ഉണ്ടാവുക. കറണ്ട് എങ്ങനെയായിരിക്കും? നേരത്തെ പോലെ തന്നെ ഇങ്ങനെ പോയിട്ട് ഫ്രീ വീലിംഗ് ടൈം കഴിയുമ്പോഴാണ് കറണ്ട് 0 ആവുന്നത്. ഫ്രീ വീലിംഗ് ടൈം കഴിയുമ്പോഴാണ് മാത്രമാണ് കറണ്ട് 0 ആകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, വ്യത്യാസം എന്താണ്? ഇവിടെ നേരത്തെ കേസിൽ എങ്ങനെയായിരുന്നു ഇൻക്രീസ് ചെയ്തത്? ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇങ്ങനെയായിരുന്നു നമുക്ക് RL ലോഡിൽ കിട്ടിയത്. ബട്ട് RLE ലോഡിൽ എന്ത് ചെയ്തു? ഇവിടെ ഒരു ഇവിടുത്തെ ഒരു കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം വരക്കാൻ. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ട് ഇതിൽ, നോക്കാം. ദ കൗണ്ടർ EMF ഇൻ ദി ലോഡ് മേ ബി ഡ്യൂ ടു ദി ബാറ്ററി ഓർ DC മോട്ടോർ. ദ മിനിമം വാല്യൂ ഓഫ് ഫയറിംഗ് ആംഗിൾ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദി റിലേഷൻ Vm sin omega t is equal to E. അപ്പോൾ Vm sin omega t equal to E, ഈ ഒരു ഇക്വേഷൻസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഫയറിംഗ് ആംഗിൾ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക. അതായത് ശ്രദ്ധിക്കുക, നമുക്ക് ഇപ്പോൾ ഫയറിംഗ് ആംഗിൾ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനേക്കാളും θ1 കാണുന്നില്ലേ, θ1 മുന്നേ നമുക്കിപ്പോൾ SCR ഓൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ SCR ഫോർവേഡ് ബയാസ്ഡ് ആയാൽ മാത്രമേ എന്ത് ചെയ്യൂ, ഓൺ ആവും അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ള വോൾട്ടേജ്, ഇവിടെ ഒരു പ്ലസ് ഉണ്ടല്ലേ, ഈൻ്റെ പ്ലസ് ഇവിടെയുണ്ട്, ഇവിടെ സോഴ്സിൻ്റെ പ്ലസ്സും ഉണ്ട്. അപ്പം ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എപ്പോഴും ഇവിടെ കൂടുതലായിരിക്കണം, അതായത് നമ്മുടെ സോഴ്സിൻ്റെ സൈഡിൽ കൂടുതലായിരിക്കണം. അതാണ് ഈ ലൈൻ ഇവിടെ വരച്ചിട്ട് നമ്മളെ സൈൻ വേവ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ ബാറ്ററിയുടെ ഈനേക്കാളും കൂടുതൽ, അതായത് ബാറ്ററി വോൾട്ടേജിനേക്കാളും കൂടുതൽ സൈൻ വേവ് വരുമ്പോൾ മാത്രമേ നമുക്ക് SCRനെ ട്രിഗർ ചെയ്യാൻ പറ്റൂ. കാരണം ആ സമയത്ത് മാത്രമാണ് SCR ഫോർവേഡ് ബയാസ്ഡ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മിനിമം ട്രിഗറിങ് ആംഗിൾ θ1 θ2. അപ്പോൾ θ1 to θ2 ആ ഒരു ഗ്യാപ്പിൽ മാത്രമേ നമുക്ക് SCRനെ ട്രിഗർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതുകൊണ്ടാണ് വേവ് ഫോംസ്, ഈ VOൻ്റെ വേവ് ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ θ1 മുന്നേ നമുക്കൊരിക്കലും ഇങ്ങനെ വരക്കാൻ പറ്റില്ല. This occurs at an angle θ1 is equal to sin inverse E/Vm. θ1ൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ആവറേജ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഉണ്ട്. 1/π α to β ആണ് Vm sin omega t d പ്ലസ്, ശ്രദ്ധിക്കുക, പ്ലസ് എന്തുണ്ട്, ഒരു എക്സ്ട്രാ ടേം ഉണ്ട്. അതായത് നമ്മളെ വോൾട്ടേജ് ഇക്വേഷൻ Vm sin omega t അല്ല. Vm sin omega t എന്തായി? ഒരു എക്സ്ട്രാ RI0 ഇങ്ങനെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു എക്സ്ട്രാ വരുന്നതുകൊണ്ട് അതുകൂടി കൺസിഡർ ചെയ്യണം. അപ്പം E × 2π + α - β. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോമിലേക്ക് കിട്ടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ VOയുടെ ഇക്വേഷൻ എഴുതുക, നോട്ട്ബുക്കിൽ എഴുതുക, എന്നിട്ട് എനിക്ക് അയച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ശരിയാവുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, VOയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് തരാം. VOൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ബൈ R ചെയ്ത് കഴിഞ്ഞാൽ IOൻ്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ അത്രയാണ് സിംഗിൾ ഫേസ് ഹാഫ് വേവ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സിൽ പറയാനുള്ളത്.
അപ്പോൾ നമുക്ക് ഇതേ കാര്യം തന്നെ ഒന്നുകൂടി ഞാൻ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ടാണ് കുറച്ച് വേഗതയിൽ പോയത്. ഓക്കെ, ദെൻ വീഡിയോ 1-2 പ്രാവശ്യം കാണാം. താങ്ക് യു.